ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈവനിങ് ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണിത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ പലതും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഉറക്കം, തീറ്റ, നമുക്ക് ജോലിക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൽ വന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് ഇരിക്കും, പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എന്താ പറയുക, എനിക്കൊരു സ്കെച്ച് ബുക്ക് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും സ്കെച്ച് ബുക്കും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പെയിൻറ്റ്, അതുപോലെ തന്നെ ക്രയോൺസ്, സ്കെച്ച്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചിത്രകാരിയൊന്നുമല്ല കേട്ടോ, ചിത്രവരക്കാരിയൊന്നുമല്ല. അപ്പോൾ എനിക്ക് ചുമ്മാ അങ്ങനെ നേരം പോകാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടും ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിതാ പെയിൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് കുറേ റീൽസിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത്, അതായത് കുറേ മൾട്ടി കളർ ഇങ്ങനെ അടിച്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ അതാ ഇതുപോലെയൊക്കെ അയക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവസാനം. അപ്പോൾ ഞാൻ കുപ്പിയൊക്കെ വെള്ളം, ഈ ബ്രഷ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ബ്രഷ് കഴുകാനും മിക്സ് ചെയ്യാനൊക്കെ പാത്രം തപ്പി നടന്നിട്ട് കാണാനില്ലാത്തതുകൊണ്ട് ഞാനിതാ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കുപ്പിയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. അപ്പം ഞാൻ എന്തായാലും ആ ബോട്ടിലാണ് കഴുകി ബ്രഷൊക്കെ. ഒരു ചെറിയൊരു കുപ്പിയുടെ അടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം കലക്കിയിട്ട് അതും വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ തകൃതിയായിട്ട് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ നന്നായിട്ട് കൊതു വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്റ് അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അതാണ് ആ ഒരു സൈഡിൽ യെല്ലോ കളർ കാണുന്നത്. അപ്പോൾ അത് ഫൈനലായിട്ട് ഞാൻ വരച്ചിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാവരും വരയ്ക്കുന്ന പോലെ തന്നെ ഒരു കുന്നും മലയും ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും വരയ്ക്കാറ്. ഇന്നൊരു വെറൈറ്റി പിടിച്ച് നോക്കിയതാണ്. പക്ഷേ ആ പൈൻ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഒത്തില്ല. അവസാനത്തെ കാക്ക കണ്ടോ, അത് ഞാനിങ്ങനെ ബ്ലാക്ക് കളർ കണ്ടപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ അങ്ങ് ചെയ്താണ്ടോ ആ കുറച്ച് കാക്ക. പക്ഷെ അത് കൊളായെന്ന് നല്ല പോലെ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ ഒരു പെയിൻ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വിശാൽ മാർട്ടിൽ നല്ല ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും നേരം പോവുകയും ചെയ്യുമല്ലോ. എന്തായാലും സ്കെച്ച് ബുക്കും ഉണ്ട്, അതുപോലെ തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു ആ പെയിൻറ്റും കൂടെ വാങ്ങാമെന്ന്. അങ്ങനെ അത് വാങ്ങിയിട്ടാട്ടോ ഞാൻ. നല്ല ഓഫർ പ്രൈസിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം കഴുകി ഉണ്ടാക്കി അവിടെ നിന്ന് നീക്കിയിട്ടാ ചെയ്ത്. പിന്നെ ബ്രഷിങ് ഒന്നും കൂടെ കഴുകാനുണ്ടല്ലോ വൃത്തിക്ക്. അപ്പോൾ ഞാനത് പിന്നെ വാഷ് ബേസിനിൽ വെച്ചിട്ട് എന്താ പറയുക, വാഷ് ചെയ്ത് നല്ല വൃത്തിക്ക് ആ യൂസ് ചെയ്ത പാത്രങ്ങളും അതുപോലെ തന്നെ ബ്രഷൊക്കെ കഴുകി എടുത്തു വെച്ചു കേട്ടോ. അതിന് ശേഷം എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി, എനിക്ക് കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നനച്ചിങ്ങനെ കൊടുക്കും ഞാൻ ഡെയിലി, രാവിലെയും വൈകിട്ടും മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നേരം കിട്ടിയില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈവനിങ് ചെയ്യും. എന്തായാലും ഒരു നേരം ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം, മുടി നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ചികി കെട്ടും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ വന്ന ടൈമിൽ ഞാൻ ഡ്രസ്സൊക്കെ കഴുകി ഇത് ഉണക്കി റൂമിലെടുത്ത് വെക്കും കേട്ടോ. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ ഞാൻ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ച് ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വൈകിട്ടാകുമ്പോഴേക്കും കുറച്ചൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി ഉണങ്ങി ഡ്രസ്സൊക്കെ എടുത്ത് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ പിന്നെ നൈറ്റ് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും മഴ പെയ്യുക. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നൈറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പെട്ടെന്ന് മഴ പെയ്യുക. അപ്പം ഞാൻ ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്ത് കയറ്റി വെച്ചു കേട്ടോ. അങ്ങനെ 2 ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കയ്യോടെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും ഇപ്പോൾ വിരിച്ച ബെഡ്ഷീറ്റ് മുഷിയുമ്പോഴേ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയുള്ളൂ. അങ്ങനെ മാറ്റി കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അകത്തേക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പണി അടുക്കളയിലുണ്ടായിരുന്നു. കുക്ക് ചെയ്യാൻ വേറെ കാര്യമായിട്ടൊന്നും ഇന്നില്ല, പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ തണ്ണിമത്തം വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുരുവും കാര്യങ്ങളും അതൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാത്രങ്ങൾ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാളെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശരിയാവില്ല കേട്ടോ. എന്നെ എപ്പോഴും ഓരോരുത്തർ കളിയാക്കും. എനിക്ക് ദോശ ഉണ്ടാക്കുന്നത് തീരെ സെറ്റാവില്ല. എന്താ പറയുക, അമ്മയൊക്കെ പറയുന്നത് ഉഴുന്നിടുന്നത് സെറ്റാവാത്തതുകൊണ്ടാണ്, ഉഴുന്ന് കൂടുതലിടുന്നതുകൊണ്ട് എനിക്ക്
ദോശ സെറ്റാവാത്തതെന്ന്. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ദോശ അങ്ങ് സെറ്റാവുന്നില്ല. പണ്ട് ബാംഗ്ലൂരിലെ സമയത്തൊക്കെ എനിക്ക് ദോശ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നാളെ എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ആ സൈഡിൽ ജനലിൻ്റെ മേലൊക്കെ ഫുള്ള് കവർ ഞാൻ തിരികെ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ വേസ്റ്റ് ഈ പ്ലാസ്റ്റിക് വരുമല്ലോ, അത് മാസത്തിലൊരിക്കലേ വരില്ല. അപ്പം അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടോ ഞാൻ കവർ സേവ് ചെയ്ത് വെക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ഇടാനൊരു കവർ ഉണ്ടാവില്ല. അങ്ങനെ അത് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആ തിരികെ വയ്ക്കുന്ന ഒരു വൃത്തികേട് പോലെ അപ്പോൾ ഞാനൊരു കവറിലെല്ലാം കൂടെ കെട്ടി എടുത്ത് വെച്ചു. പിന്നെ സ്റ്റവൊക്കെ ഒന്ന് കഴുകല്ല ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പിന്നെ ഞാനൊരു നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം കഴുകി എടുത്ത് വെക്കാം കേട്ടോ ഇത്. അപ്പോൾ നനവൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി കമിഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ദോശയ്ക്ക് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ഓൾറെഡി ഉഴുന്നും പച്ചരിയൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി കുതിർന്ന സമയത്ത് ഞാനതെടുത്തിട്ട് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദോശമാവൊക്കെ അരച്ച് കലക്കി വെച്ചു കേട്ടോ. അങ്ങനെ മാവൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചെങ്കിൽ നാളെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഞാൻ മന്തി കഴിക്കാൻ പോകാം. ലൈറ്റ് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടോ. ഫാൻ ഓഫ് ചെയ്യാം. ഞാൻ വാതിൽ പൂട്ടി സെറ്റപ്പായി. നമ്മൾ കുബാബെ പോകണം. നമുക്കുണ്ടല്ലോ ലുലു മോളും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു പെർഫെക്റ്റ് സ്പോട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് കുബാബയ്ക്കാണ് കേട്ടോ. അത് നമുക്ക് തൊട്ടടുത്താണ്. എനിക്ക് ഈ സ്പൈസി മന്തികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുമ്പ് ഞാൻ അറേബ്യൻ പാലസിലെ ഈ കുബാബയുടെ തൊട്ടപ്പുറത്ത് തന്നെ അറേബ്യൻ പാലസ് ഉണ്ട്. അവിടുത്തെ മന്തി കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം അത് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇവിടുത്തെ നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് യമനി മന്തിയാണെന്ന് അങ്ങനെ ആരോ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് യമനി മന്തി. അപ്പം ഞാൻ കുബാബ ഫാൻ കേരളമാണ് കേട്ടോ. മുമ്പ് ഈ ഒരു പ്ലേറ്റ് കൊടുന്ന് വെച്ചപ്പോൾ ഉണ്ടല്ലോ ഞാനതിങ്ങനെ ചുരണ്ടിയൊക്കെ ഇരുന്നിട്ട് ആ പ്ലേറ്റ് കണ്ടിട്ട് അതിൻ്റെ കുത്തും പുള്ളിയൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്കിങ്ങനെ ഒരു ഉപ്പ് കണ്ടിട്ട് മൂപ്പരും ഇതേപോലെ തന്നെ ഇങ്ങനെ ചുരണ്ടിയൊക്കെ ഈ പ്ലേറ്റ് കണ്ടിട്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബീഫ് മന്തി വന്നു. ഞാൻ ബീഫ് മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പെപ്സിയും. അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റൈസും അതുപോലെ തന്നെ ബീഫും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മളധികം കാത്തിരിക്കുകയാണ് മയണൈസ് വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് അത് വന്നു വെച്ചാൽ ഞാൻ മയണൈസ് ഇങ്ങനെ തോണ്ടി തിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയണൈസ്. പിന്നെ ഇവരുടെ ഒരു സ്പൈസി ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ചട്നി പോലത്തെ ഒരു സാധനം, അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ റൈസും കാര്യങ്ങളും വന്ന ശേഷമാണ് വന്നത്. അങ്ങനെ നല്ലൊരു തട്ടും തട്ടി കുബാബയിൽ നമ്മൾ മന്തി കഴിച്ചു. അടുത്തൊന്നും വേണ്ട. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ നേരെ വീട്ടിൽ പോയി കേട്ടോ. ഈ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഹായ് ഗൈസ്, ഞാനതാ റൂമിലെത്തിട്ടോ. റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഒട്ടും വയ്യ. ബീഫ് മന്തി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കഴിച്ച് പറ്റാ തളർന്ന് ക്ഷീണിച്ചിരിക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നും കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇന്നത്തെ ഫുഡ് അത് തന്നെ. അപ്പോൾ ഇനി കുറേ നേരം TV കാണും. അത് കഴിഞ്ഞ് ഫോണിൽ കുറച്ച് നേരം കളിക്കും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അവന്മാർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ നേരെ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് കുട്ടി കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ വലിയ കാര്യപ്പെട്ട കാര്യങ്ങളില്ല ഇനി, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തായാലും ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വിശേഷമായിട്ട് കാണാം.